ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ 100 രൂപ കൊണ്ട് ഒരു കോടീശ്വരനാവാമെന്നാണ്. ആകെ 100 രൂപ മാത്രം വെച്ചിട്ടല്ല കേട്ടോ. ഡെയിലി 100 രൂപ മാറ്റി വെക്കാനുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു കോടീശ്വരനാവാം. നമ്മളെല്ലാ മാസവും ഒരു 3000 രൂപ വീതം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20-30 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു കോടീശ്വരനാകാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ടോപ്പ് 50 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് ഇയർലി റിട്ടേൺ എന്ന് പറയുന്നത് 15%. 15% അതിന് മുകളിലുള്ള ആവറേജ് റിട്ടേൺ തരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, അതായത് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ കയ്യിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യുകയും അതൊരു പൂള് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഒരുപാട് പേരിൽ നിന്നുള്ള ഫണ്ടുകൾ കളക്ട് ചെയ്തിട്ട് അതൊരു അസറ്റിൽ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു കുറച്ച് സ്റ്റോക്കുകളാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബോണ്ടുകളാകാം, ഇല്ലാന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റികളാകാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയൊക്കെയാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മളുടെ പൈസ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഫണ്ട് മാനേജേഴ്സ് നല്ല നല്ല സ്റ്റോക്കുകളോ നല്ല നല്ല ബോണ്ടുകളോ നോക്കി അവരത് പർച്ചേസ് ചെയ്യുകയും അതിനെ മാർക്കറ്റിനനുസരിച്ച് മാനേജ് ചെയ്യുകയും ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്കൊരു റിട്ടേൺ ഉണ്ടാക്കി തരുന്ന ഒരു പ്രോസസ്സിനെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ റിസ്ക് കുറഞ്ഞ ഒരു മെത്തേഡാണ്. ബിക്കോസ് അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ കൂടുതലും ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. സോ നമുക്കൊരു 15% അല്ലെങ്കിൽ അതിന് മുകളിൽ റിട്ടേൺ തരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20-24 വർഷം കൊണ്ട് ഉറപ്പായിട്ടും നമ്മളുടെ ഈ 100 രൂപ വെച്ചിട്ടുള്ള ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് മാസത്തെ 3000 ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടി രൂപയ്ക്കും മുകളിലാവും. അപ്പം നിങ്ങളിപ്പോൾ ഒരു 22-23 വയസ്സിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു 45 ആ ഒരു ഏജൊക്കെ ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടി രൂപയ്ക്ക് മുകളിലായിട്ടുണ്ടാകും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പലരും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ലോട്ടറി എടുക്കുന്നുണ്ട്. ഡെയിലി 100-150 രൂപയ്ക്കൊക്കെ ലോട്ടറി എടുക്കാറുണ്ട്. ഇങ്ങനെ ചുമ്മാ അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കി കളയുന്ന പൈസ, കോടിക്കണക്കിന് ലോട്ടറികൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമുക്കൊരാൾക്ക് ഒരു നമ്പറിൽ ലോട്ടറി അടിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആണ് അതിൻ്റെ ചാൻസ്. സോ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഉറപ്പായിട്ടും നമുക്കൊരു റിട്ടേൺ കിട്ടും. നമുക്ക് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും നമുക്ക് എത്ര രൂപ റിട്ടേൺ ഉണ്ട്, എത്രയാണ് നമ്മളുടെ കറണ്ട് ബാലൻസ്, ലാഭമാണോ നഷ്ടമാണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. സോ അങ്ങനെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളപ്പം നമ്മൾ ലക്ക് എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി പലയിടത്തും ചുമ്മാ പൈസ കളയുന്നതിന് പകരം നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ലോങ് ടൈം പീരീഡിൽ നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാം. നമ്മൾ ഈ വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് മ്യൂച്വൽ ഫണ്ടുകൾ കാണിച്ചു തരാം. അതിൻ്റെ ഒരു 5 ഇയർ റിട്ടേൺസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റും ചെയ്ത് നോക്കാം. ആ ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 20 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ വെച്ചിട്ട് എത്ര രൂപ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. സോ ഇതെല്ലാം ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. നിങ്ങളൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഫണ്ടിനെ പറ്റി നല്ലപോലെ പഠിക്കുകയും അത് ഏതൊക്കെ സെക്ടറിലാണ്, ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതെന്നുള്ളത് നോക്കുകയൊക്കെ ചെയ്യണം. സോ കണ്ണും പൂട്ടി ഓക്കെ ഈ കമ്പനി എനിക്ക് കൂടുതൽ റിട്ടേൺ തരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഒന്നിലേക്കും പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പലർക്കുള്ളൊരു ഡൗട്ടായിരിക്കും ഈ ഒരു കാര്യത്തിൽ. അതായത് ഈ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ലോക്ക് ഇൻ പീരീഡ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും എൻ്റെ പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി, ഈ 30 വർഷം തന്നെ ഞാൻ കാത്തിരിക്കണോ എൻ്റെ പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് നാളെ വേണേൽ വിഡ്രോ ചെയ്യാം. ചില മ്യൂച്വൽ ഫണ്ടുകൾക്ക് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതായത് 3 മാസം, 5 മാസം, അല്ലെങ്കിൽ 1 വർഷം, 2 വർഷം, അങ്ങനെ പല ലോക്ക് ഇൻ പീരീഡുകളുണ്ട്. ആ ഫണ്ടുകൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ ആ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസിൽ അത് കൊടുത്തിട്ടുണ്ടാകും. ഇത്ര നാളാണ് അതിൻ്റെ ലോക്ക് ഇൻ പീരീഡ്. അത് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ഫണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ലോക്ക് ഇൻ പീരീഡേ ഇല്ലാത്ത ഒരുപാട് ഫണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഇന്ന് നിങ്ങളൊരു 10,000 രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, 2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊരു 12,000 രൂപ ആയി എന്ന് നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് 12,000 രൂപ എന്നുള്ള രീതിയിലേക്ക് വന്നു എന്ന് കണ്ടു. ആ സമയത്ത് നിങ്ങൾക്ക് ആ 12,000 രൂപ വേണേൽ ഈ മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്തിട്ട് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. അതിനൊരിക്കലും ഒരു ലിമിറ്റും ഇല്ല. അല്ല നിങ്ങളിപ്പം വിചാരിക്കും ലൈക്ക് ഞാൻ ഈ പറയുന്ന LIC പോലുള്ള ഫണ്ടുകൾ, LIC പോലുള്ളൊരു സിസ്റ്റമാണ്. ലൈക്ക് നമ്മൾ മാസം അടയ്ക്കുന്നു, അതിന് ശേഷം ഏറ്റവും അവസാനം 30 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ പൈസ കിട്ടുന്നു. ഒരിക്കലും അല്ല, അങ്ങനെ ഒരു സിസ്റ്റമേ അല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇപ്പം നമ്മൾ ലോക്ക് ഇൻ പീരീഡേ ഇല്ലാത്ത ഒരു ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഉറപ്പായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്ന് വേണമെങ്കിൽ ഇന്ന് നമ്മൾ സെല്ല് ചെയ്യുന്നു, നാളത്തെ കഴിഞ്ഞ് 2 ദിവസം പ്രോസസ്സിങ്ങിനൊക്കെ എടുക്കുമായിരിക്കും, 3-ാമത്തെ ദിവസം
ഫണ്ട് അക്കൗണ്ടിൽ കയറിയിരിക്കും. സോ നമുക്കങ്ങനെ ആരെയും ഒരു പേപ്പർ വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ആരുടെയും പുറകെ നടക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഫണ്ട് നമ്മളുടെ സ്വന്തമാണ്, എപ്പോൾ വേണേലും നമുക്കിടുക. സോ നമുക്ക് ബാക്കി കുറച്ച് ഫണ്ടുകൾ നോക്കാം. കുറച്ച് ഫണ്ടുകൾ ഏതൊക്കെയാണ് ഫണ്ടുകൾ, എന്തിലൊക്കെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. എത്ര രൂപ നമുക്ക് അതിൻ്റെ വെച്ചിട്ട് റിട്ടേൺ കിട്ടുമായിരിക്കും, നമുക്കൊരു SIP കാൽക്കുലേറ്റർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തും കൂടെ നോക്കാം. ഇതിപ്പം അപ്സ്റ്റോക്ക് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സെറോദയുടെ കോയിൻ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമുണ്ട്, പിന്നെ ഗ്രോ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമുണ്ട്. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് അപ്സ്റ്റോക്കും സെറോദയും മാത്രമാണ്. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക്, ഈ 2 പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഇവരുടെ ഓരോരുത്തരുടെ ഫണ്ട് വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ICICI പ്രൊഫഷണൽ ആ ഒരു ഫണ്ടിൻ്റെ, ഇങ്ങനെ ഓരോ ഫണ്ടിൻ്റെയും സ്വന്തമായിട്ട് അവർക്ക് സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റുണ്ട്. അതിൽ കൂടെയും പോയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം. ഞാൻ എൻ്റെ ഫണ്ടുകളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോയിനാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ അപ്സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. നമ്മൾ ഈ ഫണ്ടുകൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതിപ്പം ഒരു ദിവസം ഈ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഫണ്ട് മൊത്തം അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് മൊത്തം പോകുമല്ലോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകും. ഒരിക്കലുമില്ല. നമ്മൾ ഈ അപ്സ്റ്റോക്ക് വഴിയോ സെറോദ വഴിയോ ഒക്കെ നമ്മൾ ഓരോ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഈ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത്, ഇത് റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലാണ്. നമ്മളുടെ സ്വന്തം നമ്മളുടെ സ്റ്റോക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെയാണ്. സോ അതുകൊണ്ട് ഈ കമ്പനി പൂട്ടിപ്പോയെന്ന് പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കില്ല. ഇപ്പം ലോങ് ടൈമിലേക്കൊക്കെ പലരും ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഇങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ടാവും. ഇപ്പം ഈ ഒരു ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് അത് ഗ്രോത്ത് ഫണ്ടാണ്. അതിന് 5 വർഷത്തേക്കുള്ള റിട്ടേൺ എന്ന് പറയുന്ന ആവറേജ് 27% അല്ലെങ്കിൽ 28% ആണ് അതിൻ്റെ റിട്ടേൺ. ഇപ്പം ICICI പ്രൊഡക്ഷണൽ ടെക്നോളജി ഫണ്ട് 27%, SBI ടെക്നോളജി ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് 26%. അങ്ങനെ ഇതിൻ്റെയൊക്കെ 5 ഇയർ റിട്ടേൺ എന്ന് പറയുന്ന ഈ ഒരു റേറ്റാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, ഏകദേശം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ നമുക്ക് കിട്ടുമെന്നൊക്കെ. അപ്പം ഇത് ഗ്രോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ SIP കാൽക്കുലേറ്ററാണ്. നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 3000 രൂപയാണ് പെർ മന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28%. നമുക്കൊരു 25% കൊടുത്ത് നോക്കാം. 25% ഇയർലി റിട്ടേണിൽ ഇയർലി റിട്ടേണിൽ എത്ര വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, നമുക്കൊരു 1 കോടി രൂപ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഡെയിലി 100 രൂപ വെച്ചിട്ട്, അതായത് മാസം 3000 രൂപ ഒരു 18 വർഷത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 6,48,000 രൂപയും എസ്റ്റിമേറ്റഡ് റിട്ടേൺ വരുന്നത് 1,18,00,000 രൂപയും. അതിൻ്റെ ടോട്ടൽ വാല്യൂ, അതായത് ഇത് ഈ എസ്റ്റിമേറ്റഡ് റിട്ടേൺ പ്ലസ് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള 6,48,000 രൂപ എല്ലാം കൂടെ 1,24,00,000. സോ നമുക്കിപ്പോൾ ഈ ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൈസ് ഗ്രാഫ് കാണാൻ പറ്റും. പെർ യൂണിറ്റിന് എത്രയാണ് എമൗണ്ട് വരുന്നത്, കോസ്റ്റ് വരുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ SIP സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണും. നമ്മളൊരു 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ടുള്ള റിട്ടേൺ എത്രയായിരിക്കും എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതൊരു നമ്മൾ SIP ആയിട്ടുള്ള നോർമൽ ജസ്റ്റ് റിട്ടേൺ, എന്താ പറയുക, ഒരു ഫിക്സഡ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് കിട്ടും എന്നുള്ളത്. ഇത് 2013 സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഫണ്ടാണ്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 5,000 ആണ്. ലോക്കിൻ പീരീഡ് 0 ആണ്. അതായത് നമ്മൾക്ക് ഇന്ന് വിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് വിൽക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് സെക്ടേഴ്സ് എന്ന് പറയുന്നത് ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ സർവീസ്, ഇൻഡസ്ട്രിയൽ ഒക്കെയാണ്. അതിലാണ് മെയിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നേക്കുന്നത്. പിന്നെ കമ്പനീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോസിസിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത്, 30%. ആൻഡ് TCSലുണ്ട്, HCLലുണ്ട്, അങ്ങനെയുള്ള എയർടെല്ലിലുണ്ട്. അങ്ങനെയുള്ള കമ്പനികളിലാണ് കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നേക്കുന്നത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ കമ്പനികളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതിനുള്ള ഫുൾ ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. എത്ര ശതമാനമാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ഇപ്പം ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ള ഫണ്ട് മാനേജേഴ്സ്, അവരുടെ പ്രൊഫൈൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ ഫണ്ട് മാനേജേഴ്സിൻ്റെ ഇൻഫർമേഷൻസും ഉണ്ടാകും. സോ ഇങ്ങനെയുള്ള അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഈ ഫണ്ടിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ കിട്ടും. ബാക്കി നമുക്ക് പോയിട്ട് ICICIയുടെ വെബ്സൈറ്റിൽ പോയി തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ SBIയുടെ ടെക്നോളജി ഫണ്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസിൻ്റെ ഒരു റേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റും. ലൈക്ക് ഇതും തുടങ്ങിയത് 2013 തന്നെയാണ്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 ആണ്. 0.9 ആണ് എക്സ്പെൻസ് റേഷ്യോ. ആൻഡ് കമ്പനീസ് ലൈക്ക് ഇൻഫോസിസും TCSലും എയർടെല്ലിലും ഒക്കെ തന്നെയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ കമ്പനീസ് മൈക്രോസോഫ്റ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ സർവീസ്, ഇൻഡസ്ട്രിയൽ
ഈ 3 സെക്ടേഴ്സിലുമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളതും ഇവരുടെ ഫണ്ട് മാനേജേഴ്സിൻ്റെ ഇൻഫർമേഷൻസും കാണാൻ പറ്റും. ഇവരാണ് നമുക്ക് വേണ്ടി നമ്മളുടെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, സോ നമുക്ക് ഇത്രയും വലിയൊരു റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കണം. നമുക്കൊരു 15% നമ്മൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയം നമുക്ക് എത്ര വർഷം കൊണ്ട് ഒരു കോടി രൂപ ഉണ്ടാക്കാൻ നോക്കാം. ഏകദേശം ഒരു 25-26 വർഷമാകുമ്പോഴത്തേക്കും 15% റിട്ടേണിൽ, അതായത് നിഫ്റ്റിയുടെ ആവറേജ് റിട്ടേൺ, നിഫ്റ്റി 50യുടെ ആവറേജ് റിട്ടേൺ ആണ്. അത് വെച്ച് നമുക്കൊരു 26 വർഷം കൊണ്ട് നമുക്ക് ഏകദേശം 1 കോടി രൂപ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഒരു 5,000 രൂപ 10,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ നേരത്തെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 30 വർഷം കഴിയുമ്പോഴത്തേക്കും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് അറിയാമല്ലോ, ഇപ്പം നമുക്ക് ഈ ഒരു SBIയുടെ ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ ഒരു 2014 മുതലുള്ള ഒരു ഗ്രാഫാണ് ഇതിൽ കാണുന്നത്. അപ്പം നമുക്കറിയാം അവിടെ ഇവിടേക്ക് ഇത് മറ്റേ കൊറോണ വന്ന സമയത്ത് മാർക്കറ്റ് ഇടിഞ്ഞ് ക്രാഷ് ആയ സമയത്ത് ഉള്ള ഒരു ഡ്രോപ്പാണ്. അത് കഴിഞ്ഞ ഇടയ്ക്കത്തെ ഒരു മറ്റേ യുദ്ധവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ക്രാഷ്. അപ്പം ഓരോ ക്രാഷ് വന്നാലും അതിനേക്കാളും മുകളിലേക്ക് ഈ സാധനം കയറിപ്പോവും. അതായത് നമ്മുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറിപ്പോവും. എന്നും ഒരു പ്രശ്നങ്ങൾ വന്ന് അല്ലെങ്കിൽ എന്നും ഒരു പ്രശ്നം കൊണ്ട് ഇതവിടെ കിടന്നു പോവില്ല, അല്ലെങ്കിൽ താഴോട്ട് പോവില്ല. ഉറപ്പായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും മനുഷ്യർ അതിനെ പ്രതിരോധിക്കാനുള്ള ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങളും കൊണ്ടുവരും, അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും അവർ അതിജീവിക്കും. അങ്ങനെ അതിജീവിക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും. ഇപ്പം നമുക്ക് ഇത്രയും നാളത്തെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. പല ക്രാഷുകൾ വന്നിട്ടുണ്ട്. ക്രാഷുകൾ വന്നു കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിനെയും ഓവർകം ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോവുക. സോ ഇങ്ങനെ ഒരു സമയത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ പൈസ മൊത്തം പോകുന്നതെന്ന് പറഞ്ഞ് ഇവിടെ ക്രാഷ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുള്ള് സെല്ല് ചെയ്യാറുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാൽ പിന്നെ ഇങ്ങോട്ടുള്ള ഒരു ബിഗ് മൊമെൻറ്റം നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഹ്യൂജ് ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടില്ല. ഏകദേശം 100% മേലുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു 2 ലക്ഷം രൂപ എടുത്ത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ആയിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും അത് എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നും അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള പേഴ്സണൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.